ഹായ് ഫ്രണ്ട്സ്, സാബിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 28-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്, സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 14ഓളം റിലീസുകളാണ് ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. നീ ദാരെ നീ കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കൊറിയൻ മൂവിയാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ഹിറ്റ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു സീരീസ് ആണ്. ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. റീച്ചർ എന്ന് പറയുന്ന സീരീസ് മൂന്നാമത്തെ സീസൺ ആണ്. മൂന്നാമത്തെ സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡ് 8ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ റീച്ചർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 സീസണും ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ് ആമസോൺ പ്രൈമിൽ. മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ കണ്ടു കഴിഞ്ഞു. ഈ ഒരു സീരീസിന്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ദിനാസറി എന്ന് പറഞ്ഞൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ടെന്റ് കോട്ടെ അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു തമിഴ് മൂവി അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസ് ആണ്. ഓം കാളി ജയ് കാളി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 5 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. അഗാത്തിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു മലയാളം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ഗാംബിനോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ള. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് ബിഗ് ബെൻ എന്ന് പറഞ്ഞൊരു മലയാള സിനിമയായിരുന്നു. ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം പിന്നെ എന്താ പറയുക മാർച്ച് മാസം 28-ാം തീയതി റിലീസുകൾ അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഈ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് മാറ്റിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശബ്ദം എന്ന് പറഞ്ഞ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവി ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റ് പുറത്ത് വന്നിരുന്നെങ്കിലും ഈ ഒരു സിനിമയും റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ പിന്നെ HD പ്രിന്റ് ഓൾറെഡി ലീക്ക് ആക്കപ്പെട്ടിരുന്നു. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡെൻ ഓഫ് തീവ്സ് 2 പണ്ടേര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദേവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മുംബൈ പോലീസ് എന്ന മലയാള സിനിമയുടെ ഹിന്ദി റീമേക്ക് ആണ് ഈ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. മസാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. സെമ്പിയാൻ മാധവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രാജ് ഡിജിറ്റൽ TV പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. തമിഴ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ടത് തമിഴ് സീരീസ് ആണ്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട തമിഴ് സീരീസ് ആണ്. ചെരുപ്പുകൾ ജാഗ്രത എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ലൈഫ് ലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് ഒരു പിന്നെ തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിജയ് LLB ദ അഡ്വക്കേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ പിന്നെ സൗബിൻ ഷാഹിർ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി സൗത്ത്, മനോരമ മാക്സ്, സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം ഈ OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്റർ ഈ സിനിമയുടെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ അടുത്ത് തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മിക്കവാറും ഏപ്രിൽ മാസം പിന്നെ 14-ാം തീയതിക്കുള്ളിൽ, അതായത് വിഷുവിനുള്ളിലായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത്രയും സിനിമകൾ സീരീസിലാണ് ഇന്ന് പിന്നെ OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.